Northeast വിശേഷങ്ങളുമായി ജോസ് വണ്ടർലസ്റ്റ് ഒഡീസി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ത് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്? Broom harvesting and kasi they call puts inside. ഓക്കെ, ബ്രൂമിന്റെ ആണ്, അതായത് നമ്മുടെ പുല്ലുചൂല് എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ്. അപ്പൊ ഈ മലയുടെ മുകളിലാണ് നമ്മുടെ സ്ഥലം. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബ്രൂം പറിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുല്ലുചൂല് പറിക്കാൻ വേണ്ടി പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. യൂട്യൂബിൽ പല ചാനലുകളിലും ബ്രൂം എങ്ങനെയാണ് പുല്ലുചൂല് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിത് എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ബ്രൂം ഗ്രാസ് എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ് കയറി പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പോയി ഒന്ന് കണ്ടു നോക്കാം. Using this as a plan, so we are carrying from home. We like to go and plan in the jungle. ഇവിടെ നോർത്ത് ഈസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, എല്ലായിടത്തും മലകളാണ്. അത്ര ഈസി അല്ല കയറി പോകാനായിട്ട്. വളരെ സ്ലോവിൽ കയറി പോകണം, ഇല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രശ്നം നമ്മളെ വളരെയധികം ബാധിക്കും. അപ്പോൾ മുകളിലെത്തിക്കഴിഞ്ഞ് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കണം. ഇങ്ങനെ നമ്മൾ ടയേർഡായി വന്നിട്ട് ആകാശത്തോട്ട് നോക്കുമ്പോൾ ഈ ആകാശത്തിനൊക്കെ എന്താ ഭംഗിയെന്നറിയാമോ? അതിന് പ്രകൃതിക്കൊക്കെ നമുക്ക് ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈ വഴി കൂടിയാണ് പോകേണ്ടത്. ഒന്ന് കാല് തെറ്റിയാൽ താഴേക്ക് പോകും. ഈ മരം കണ്ടോ, മരത്തിൽ കൂടിയാണ് നമുക്ക് കയറാൻ. മുകളിലേക്ക് അള്ളി പിടിച്ച് കയറണം. അപ്പോഴാണ് നമ്മുടെ മുകളിലെ സ്ഥലത്തെത്തുക. ഞാൻ കയറട്ടെ. നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വില്ലേജൊക്കെ കാണാം. മലയുടെ മുകളിലാണ് നമ്മുടെ സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ പുല്ലുചൂലുണ്ടാക്കുന്ന പുല്ല്, ബ്രൂം ഗ്രാസ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ പുല്ലുചൂല് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് ചവിട്ടി ഓടിച്ചിട്ട്, പൊക്കമുള്ളതാണെങ്കിൽ നമുക്ക് ചവിട്ടി ഓടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഇലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും പുല്ലിയിൽ. മറ്റത് അല്ലാത്തൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് വലിച്ചൂരും. ഇപ്പോൾ താഴത്ത് ഒടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ചൂരിയെടുക്കാം. കണ്ടോ, രണ്ട് രീതിയിലാണ് ബ്രൂം ഇതാക്കുന്നത്. ഈ തണ്ട് ഒടിയാൻ പാടില്ല എടുക്കുമ്പോൾ. ഇപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഉണങ്ങി ഒരു കുറച്ച് വാടി കഴിയുമ്പോൾ ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആകും. അത് ഉണങ്ങുമ്പോൾ ഇത് ഒടിയുണ്ടെങ്കിലാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ ഉണങ്ങി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബ്രൂം ഗ്രാസ് ആണിത്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്തില്ല, അത് കാരണം മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. എന്നാലും നമുക്ക് അത്യാവശ്യം ബ്രൂം ഗ്രാസ് ഇവിടെ നിന്ന് കിട്ടും. ഇങ്ങനെ ചവിട്ടി ഓടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചൂരിയാൽ മതി. അല്ലെങ്കിൽ അത് ഇത്തിരി ടൈറ്റ് ആകുമ്പോൾ അത് പുറത്തേക്ക് പോരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഇല അങ്ങോട്ട് ഇളക്കി കളയുമ്പോഴത്തേക്കും അതിങ്ങോട്ട് പോരും. അങ്ങനെ ഊരിയെടുത്താൽ മതി. ഞാൻ ചില ഇതിലൊക്കെ കണ്ടു ആളുകൾ ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന ഇതും ഇത് മുറിച്ചെടുത്തുകൊണ്ട് വരും, വീട്ടിൽ വരും. എന്നിട്ട് കത്തി കൊണ്ട് നമ്മുടെ ഈർക്കിൽ ചൂല് ക്ലീൻ ചെയ്യുന്ന പോലെ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു ടെക്നിക്കാണ്. അതായത് നമ്മൾ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ഊരുന്നതെന്നും അതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് നമുക്ക് ഈ കർഷകരിൽ നിന്ന് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് നല്ല ബലം വേണം. ബലമായിട്ട് വലിച്ചൂരിയെടുക്കണം. അപ്പോൾ ഇത് വൈഫ് അവൾ വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ആണ് അതൊക്കെ ഊരിയെടുക്കുന്നത്. കാരണം അവർ ചെറുപ്പം തുടങ്ങി ഉണ്ട്. ഈ പുല്ലുചൂലിന് ഒറ്റ പ്രാവശ്യം, ഇയറിൽ ഒരു പ്രാവശ്യം മാത്രമേ പുല്ല് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ നോർത്ത് ഈസ്റ്റിലധികം ഗാർബേജ് കാണാത്തത് പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം മുളയുടെ ഇതാണ് നമ്മളിത് കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ടൊരു നാര് പോലെ ആക്കിയെടുക്കും. അതുകൊണ്ടാണ് ഇത് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കോ മറ്റുള്ള ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ അഴുകി താഴ്ത്ത് വീണാൽ തന്നെയും അത് പ്രകൃതിയെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ആ രീതിയിലാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ക്യാരി ചെയ്യുന്നതൊക്കെ ഇതുപോലെ തന്നെ ഈ മുളയുടെ ഇതുകൊണ്ടാണ്. അപ്പോൾ ധാരാളമായി ഇവിടെ മുളയുണ്ട്. അതുപോലെ വളരെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട്. ഇത് എൻ്റെ ഭാര്യയുടെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ അവനാണ് ഇന്ന് ഞങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളുടെ വില്ലേജിൽ സ്കൂൾ കാലത്താണ്, ഒരു 10:30 ആകുമ്പോൾ സ്കൂൾ കഴിയും. അത് കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടികളെല്ലാവരും അവരവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് മാതാപിതാക്കളെയൊക്കെ സഹായിക്കും. അപ്പോൾ ഇന്ന് ഇവൻ നമ്മളെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ അവനിൽ എക്സ്പേർട്ടാണ്. കാരണം ചെറുപ്പം മുതൽ ചെയ്യുന്നതാണ്. കണ്ട, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട്. ഞാനാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. വളരെ ഈസി ആയിട്ട് അതൊക്കെ അങ്ങോട്ട് ചെയ്ത് മാറ്റി ഇടുകയാണ്.
പുല്ലുവിലിൻ്റെ ഫ്ലവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അത് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിടും. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും തീയിട്ട് കളയും. തീയിട്ട് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മഴയത്ത് ജൂൺ ആകുമ്പോഴത്തേക്കും മഴ പെയ്യും. അപ്പോൾ ഇത് രണ്ടാമത് കിളുത്ത് വരും. അപ്പോൾ രണ്ടാമത് കിളുത്ത് വരുന്നതിനും നമ്മൾക്ക് ഒരു പൂ കിട്ടും. ഇതുപോലെ തന്നെ അടുത്ത വർഷം നമ്മൾ ഈ സമയത്ത് പൂ എടുക്കും. ലൈഫ് ലോങ് ആണ് ഈ പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ രണ്ടാമത് നടേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് നടാം. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ സ്ഥലം ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇഞ്ചി നടും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് മരം വെക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും മരങ്ങൾ വെട്ടി നശിപ്പിക്കാറാണ് പതിവ്. ഇതാണ് പണി. അതായത് 80 കിലോളം ഉണ്ടാവും. ഇത് നമ്മൾ താഴെ കാണുന്ന നമ്മുടെ വില്ലേജാണ്. അത്രയും കുത്തനെയുള്ള ഇറക്കത്തിൽ അത്രയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഞാനാണെങ്കിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് അത്രയും ബാലൻസ് ഇല്ലല്ലോ. അങ്ങനെ പതുക്കെ ഇറങ്ങി താഴെ കൊണ്ടുവന്ന് നമ്മൾ ഉണക്കിയെടുക്കണം. അതായത് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലെത്തിയാൽ നമ്മളിത് ഉണക്കണം. ഇതത്ര ഈസിയായ പണിയൊന്നുമല്ല. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ മുളയിൽ ഇങ്ങനെ തൂക്കി ഇടണം. കാരണം മഴയുണ്ടാവും, ചാറ്റിലുണ്ടാവും. ആ സമയത്ത് നമ്മൾ വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തൂക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചൂലുണ്ടാക്കുന്നില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ കിലോയ്ക്ക് ഏതാണ്ട് 100-110 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ Please like, share and subscribe. നോർത്ത് ഈസ്റ്റിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നു. ജോസ് വണ്ടർലസ്റ്റ് ഒഡീസി.